വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ കുഞ്ഞു യാത്രകൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ കാങ്കയം എന്നുള്ള സ്ഥലത്തെ വാവിപാളയം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അതൊരു ഗ്രാമപ്രദേശമാണ്. കൃഷിയാണ് കേട്ടോ മെയിന്. കൃഷി എന്ന് പറഞ്ഞാൽ തെങ്ങ്, അതുപോലെ തന്നെ മൾബറി, ഉള്ളി, ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ മെയിന്. അപ്പം എനിക്ക് ഈ ലൊക്കേഷൻ അടിപൊളിയായിട്ട് തോന്നി. നിങ്ങൾക്ക് എൻ്റെ ബാക്ക് സൈഡിലൊക്കെ കാണാം കുഞ്ഞു കുഞ്ഞു തെങ്ങുകൾ കേട്ടോ. ചില തെങ്ങൊക്കെ ചൊട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ അടിപൊളി സ്ഥലമാണ് കേട്ടോ. അതിൽ വെള്ളമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ വാവിപാളയത്തെ കാഴ്ചകളാണ്. അടിപൊളിയല്ലേ? കണ്ടോ, എൻ്റെ ഈ ബാക്കിൽ കാണുന്നതൊക്കെ മൾബറിയുടെ കൃഷിയാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പം നട്ടേ ഉള്ളൂ. കുറച്ചൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ വെട്ടാറായി ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പല വിധത്തിലുള്ളതുണ്ട്. മൾബറിയാണ് പ്രധാനപ്പെട്ട ഒരു കൃഷി കേട്ടോ ഇവിടെ. പിന്നെ ഉള്ളത് ചെറിയ ഉള്ളി, അതുപോലെ പിന്നെ തെങ്ങാണ് കേട്ടോ. തെങ്ങ് ഇഷ്ടം പോലെ ഉണ്ട്. അതേപോലെ തന്നെ ചെറിയ ഉള്ളി ഉണ്ട് കേട്ടോ. നമുക്കിനി ചെറിയ ഉള്ളി വിളവെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. കണ്ടോ കണ്ടോ, ഇതൊക്കെ ഇപ്പം നട്ടേ ഉള്ളൂ കേട്ടോ. ഒരു 2-3 മാസമൊക്കെ ആയിട്ടേ ഉണ്ടാവുള്ളൂ ഇതൊക്കെ നട്ടിട്ട്. ഇതാണ് ഇവിടുത്തെ മെയിൻ. വാവിപാളയം എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ കൃഷി നമുക്ക് കാണാൻ പറ്റുന്നത് ഇതാണ് കേട്ടോ. കണ്ടോ, ഇതിന്റെ എന്താ സൈഡിൽ കൂടി വേറെ എന്തോ കൂടി നട്ടിട്ടുണ്ട്. എന്താന്ന് മനസ്സിലാവണില്ല. സൂപ്പറാണ് കേട്ടോ അത്. നല്ല ക്ലൈമറ്റ് ആട്ടോ ഇവിടുത്തെ. പൊതുവേ തമിഴ്നാട് ഇവിടെ ഈ ഭാഗത്തൊക്കെ നല്ല ക്ലൈമറ്റ്, അടിപൊളി ക്ലൈമറ്റ്. വാവിപാളയത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇതിപ്പോ നട്ടിട്ട് 2-3 മാസമൊക്കെ ആയിട്ടേ ഉണ്ടാവുള്ളൂ അല്ലേ? ഇത്രയൊക്കെ ആയിട്ടേ ഉണ്ടാവുള്ളൂ. ഇത് എന്താ, ഇത് തന്നെയാണ് ഇതിന്റെ വലുതായിട്ട് വെട്ടിയതും വെട്ടിമാറ്റിയതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഇതിപ്പം നട്ടിട്ട് ഇപ്പം കുറച്ചായിട്ടുള്ളൂ. അതാണ് സംഭവം. ഇതവർ നനക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ളതെല്ലാം അതിവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതാണ് തെങ്ങ്. തേങ്ങ ഉണ്ട്. ഇനി കൂടുതൽ നിന്നാ ചിലപ്പോ പിന്നെ ഇനി വീഡിയോ ഇടാൻ ആളുണ്ടാവില്ല. അങ്ങനെ നമ്മൾ വാവിപാളയത്തിൻ്റെ ഉള്ളിൽ കുറച്ച് കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുഞ്ഞു റോഡാണ് കേട്ടോ, പക്ഷെ അടിപൊളി സ്ഥലം. ചെറിയ ചെറിയ വീടുകളാട്ടോ കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ തെങ്ങിൻ്റെ തോട്ടമൊക്കെ കണ്ടോ, നല്ല നീറ്റാണ്. കണ്ടോ, നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. തെങ്ങിൻ്റെ തോട്ടങ്ങളൊക്കെ നല്ല നീറ്റായിട്ടാണ് കേട്ടോ ഇവർ കൊണ്ടു നടക്കുന്നത്. ചെറിയ റോഡാണ്. നല്ല അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വീടുകളൊക്കെ കമ്മിയാണ്. ഇടയിലൊക്കെ ഉള്ളു വീടുകൾ കേട്ടോ. പക്ഷെ നല്ല ക്ലൈമറ്റ്. പുറത്ത് നല്ല വെയിലാണ് കേട്ടോ. പക്ഷെ നല്ല കാറ്റും ഇതൊക്കെ ഉള്ളൊരു നല്ലൊരു അടിപൊളി ക്ലൈമറ്റ്. റോഡ് കണ്ടോ, റോഡാണ് നമ്മൾ നോക്കേണ്ടത്. നല്ല വൃത്തിയുള്ള റോഡ് അല്ലേ? കണ്ടോ, അടിപൊളി റോഡാണ് കേട്ടോ. അപ്പോൾ മുന്നിൽ ആരോ ബൈക്ക് ഓടിച്ച് പോകുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങൾ ഇവിടുത്തെ ഒരു വീടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു കുഞ്ഞു വീടാണ് കേട്ടോ. കണ്ടോ, ഇവിടുത്തെ തോട്ടങ്ങൾ കണ്ടോ, നല്ല നീറ്റാണ് അല്ലേ? 2-3 ചേച്ചിമാർ പാടത്ത് പണിയെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് നിർത്താമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം അവിടെ കാണുന്നത് എന്താണെന്നറിയാം, അമരയാണ് കേട്ടോ. കുറ്റി അമരയാണ്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഇത് നമ്മൾ വീഡിയോ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് കാണാൻ നല്ല വൈലറ്റ് പോകും. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഈ എന്താ തൊടിയിലൊന്നും കൃഷിയില്ല, പക്ഷെ എന്തോ കൃഷി ചെയ്യാനുള്ള ഇതിലാണ് കേട്ടോ. കണ്ടോ, ഉഴുതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ചേച്ചിമാർ എവിടുന്നാ എന്താന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഈ അമരക്കൊക്കെ കണ്ടിട്ട് ഞാനൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. നല്ല കാറ്റുണ്ട്. നോക്കിയേ, നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവിടുന്ന് വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്തോറും റോഡ് ചെറുതായി വരുന്നുണ്ട് കേട്ടോ. പക്ഷെ നല്ല നീറ്റ് റോഡാട്ടോ. ചെറിയ റോഡാണെങ്കിലും റോഡ് കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഇടയിലൊക്കെ ഉള്ളൂ നമുക്ക് വീടുകൾ കാണാൻ പറ്റുക. കോഴി ഫാമുകളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെ കോഴി ഫാമുകളാണ്. കണ്ടോ, ഇവിടുത്തെ കോഴി ഫാമുകളൊക്കെ ഓടിട്ടിട്ടാണ് കേട്ടോ അധികം. കാരണം ചൂട് കൂടുതലായതുകൊണ്ടായിരിക്കാം. നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഷീറ്റല്ലേ, പക്ഷെ ഇവിടെ കൂടാണ് കൂടുതലും. കണ്ടോ, ഈ കാണുന്നതൊക്കെ കോഴി ഫാമുകളാണ്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് മൾബറിയുടെ കൃഷിയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൾബറിയാണ് പിന്നെ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. അടിപൊളി സ്ഥലം അല്ലേ? എന്താ രസം കാണാൻ. അടിപൊളിയാണ്. കാറ്റുണ്ട് കേട്ടോ, നല്ല കാറ്റുണ്ട്.
നമ്മളങ്ങനെ വാവിപ്പാളയം ഉള്ളിലോട്ട് ഒരുപാട് ഉള്ളിലോട്ട് പോകുന്നു കേട്ടോ. കണ്ടോ, ഇവിടെയൊക്കെ പിന്നെ തെങ്ങും അതുപോലെ തന്നെ കോഴി ഫാമും ഒക്കെയാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ ഒരു ക്യാബേജ് കൃഷി ഉണ്ട് കേട്ടോ. കണ്ടോ, ഈ കാണുന്നത് ക്യാബേജും കോളിഫ്ലവറും ആണ് കേട്ടോ. രണ്ടും ഉണ്ട്, ക്യാബേജും ഉണ്ട് കോളിഫ്ലവറും ഉണ്ട്. ഇതൊക്കെ ഏക്കർ കണക്കിന് പാടായിട്ട് ഇങ്ങനെ കിടക്കുന്ന സ്ഥലങ്ങളാട്ടോ. ചിലയിടത്തൊക്കെ കൃഷിയുണ്ട്, ചിലയിടത്തൊക്കെ കൃഷി കഴിഞ്ഞിട്ടുണ്ട്, അടുത്ത കൃഷിക്കുള്ള ഒരുക്കത്തിലൊക്കെയാണ്. ഈ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ അല്ലേ. കണ്ടോ, ആ തെങ്ങിൻ്റെ തോട്ടത്തിലൊരു കോഴി ഫാമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കാറ്റുണ്ട്, അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നല്ല കാറ്റുണ്ട്, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇവർ കൃഷിസ്ഥലങ്ങൾ നന്നായിട്ട് വൃത്തിയിലൊക്കെ കൊണ്ട് നടക്കും. നല്ല വൃത്തിയിൽ കൊണ്ട് നടക്കും. കണ്ടോ, ഇവിടെ ഒരു ആലിൻ്റെ ചോട്ടിലൊരു സംഭവം ഉണ്ട് കേട്ടോ. നല്ല രസമല്ലേ, അടിപൊളി അല്ലേ. രണ്ട് സൈഡ് തെങ്ങ്, നടുവിലൊരു റോഡ് അല്ലേ, അടിപൊളിയായിട്ടുണ്ടേ. ഈ സൈഡിലൊക്കെ കാണുന്നത് ഉള്ളിയുടെ കൃഷിയാട്ടോ, ഉള്ളിയാണിത്. റോഡ് ഭയങ്കര ചെറുതാണ്, പക്ഷെ റോഡ് ചെറിയ റോഡാണെന്നുണ്ടെങ്കിലും നല്ല ഇതുള്ള റോഡാട്ടോ, കംപ്ലൈൻറ്റ്സ് ഒന്നുമില്ല. റോഡിന് ഇടയിലൊക്കെ ഉള്ളു നമുക്ക് വീടുകൾ കാണാൻ പറ്റുക. പക്ഷെ നല്ല അടിപൊളി സ്ഥലമാട്ടോ. അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ വാവിപ്പാളയം എന്ന് അടിച്ച് നോക്കിയാൽ മതി കേട്ടോ ഗൂഗിളിൽ. അടിപൊളി സ്ഥലമാണ്, നോക്കിക്ക, ഫുള്ള് കൃഷിയാട്ടോ. അടിപൊളി അല്ലേ. രണ്ടമ്മമാർ ആടിനെ മേയിച്ച് കഴിഞ്ഞ് പോരുന്നതാട്ടോ. കണ്ടോ, നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന കാഴ്ച അല്ലേ. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഒരു കാഴ്ച കാണാനേ പറ്റില്ല ഇപ്പോൾ. അടിപൊളിയായിട്ടുണ്ട്. വീടുകളൊക്കെ ചുരുക്കാട്ടോ. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ ഈ കോഴി ഫാം നോക്കാനും അതുപോലെ ഈ കൃഷിക്കൊക്കെ നിർത്തിയ ആളുകൾ ഹിന്ദിക്കാർക്ക് കെട്ടിക്കൊടുത്ത വീടുകളാണ് നമുക്കിവിടെ അധികം കാണാൻ പറ്റുന്നത് കേട്ടോ. ക്വാർട്ടേഴ്സ് പോലെ ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്ന വീടുകളാണ് നമുക്ക് കൂടുതൽ ഇവിടെ കാണാൻ പറ്റുന്നത്. ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഫുഡ് കഴിക്കാനുള്ള ഇതാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ ഒരുപാട് ഉള്ളേരിക്ക് ഇങ്ങോട്ട് ഇറങ്ങി വന്നല്ലോ. അപ്പോൾ നല്ല ഹോട്ടലും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മളത് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അല്ലൂസ് എന്തായാലും ഉറങ്ങിപ്പോയി കേട്ടോ. അല്ലൂസ് പിന്നെ കുറച്ച് ഇഡ്ഡലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് കഴിച്ച് അവനങ്ങനെ ഉറങ്ങിപ്പോയി. അപ്പോൾ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, തപ്പിക്കൊണ്ടിരിക്കുക. നമ്മൾ ഒരുപാട് ഉള്ളിലോട്ട് വന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ തിരിച്ച് പോകുമ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ രാവിലെ കഴിച്ചതും ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല. ഇനിയിപ്പോൾ അല്ലൂസ് എണീക്കുന്ന വരെ പിന്നെ നമുക്ക് അത് നോക്കേണ്ട കാര്യമില്ല ഫുഡിൻ്റെ. അവൻ എണീറ്റ് എന്തായാലും അവൻ എന്തെങ്കിലും ഫുഡ് വേണ്ടി വരും. അപ്പോൾ പിന്നെ ഞാൻ അവൻ എണീക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഈ സ്ഥലങ്ങളൊക്കെ? അടിപൊളിയല്ലേ? പക്ഷെ ഒരു വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വൈബ് ഉണ്ടാവും കേട്ടോ. സൂപ്പറായിട്ടുള്ളൊരു സ്ഥലമാണ്, അടിപൊളിയാണ് കേട്ടോ ഈ സ്ഥലം. അപ്പോൾ വാവിപ്പാളയം, ഞാനെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മുൻകൂട്ടി പറയാണ് സ്ഥലത്തിൻ്റെ പേര് വാവിപ്പാളയം കേട്ടോ. കാരണം ഈ കാണുന്നതൊക്കെ ഉള്ളി കൃഷിയാട്ടോ. സൂപ്പറായിട്ടുണ്ട്.
എന്താ പറയുക, ഇത് പറയാനൊന്നും വാക്കുകളില്ല. ഇതൊക്കെ ഡയറക്റ്റ് കണ്ട് ആസ്വദിക്കേണ്ട സംഭവങ്ങളാണ് ഈ ഒരു സ്ഥലങ്ങളൊക്കെ കേട്ടോ. അത്യാവശ്യം നല്ല വെയിലും ഉണ്ട്, അതേപോലെ തന്നെ നല്ല കാറ്റും ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല ക്ലൈമറ്റാണ്, എനിക്ക് ഇഷ്ടമായി കേട്ടോ ഈ സ്ഥലം. കണ്ടോ, കൃഷിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ വന്ന് കാണാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ അത്. അടിപൊളിയാണെന്ന് വെച്ചാൽ അടിപൊളിയാണ് സ്ഥലം. ഈ വീടിനൊക്കെ എന്താ ഭംഗിയില്ലേ, ചെറിയ വീടാണ് പക്ഷെ എന്തൊരു സമാധാനമായിരിക്കും. കണ്ടോ, ചെറിയ വീടാട്ടോ. അവിടെ പാർട്ടിക്കാർ ചിഹ്നമൊക്കെ ഉണ്ട്. ഇവിടെ ഏതാ പാർട്ടിന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നല്ല രസമുണ്ട് അല്ലേ, എനിക്കിഷ്ടമായി. ചെറിയ വീടാട്ടോ. ഇവിടെ ഒരു ഡാമിൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ട്, ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടോയെന്നറിയില്ല, പക്ഷെ നമുക്ക് കാറ്റാടിയൊക്കെ ഉണ്ട് കേട്ടോ. കാറ്റാടി കറങ്ങുന്നൊന്നുമില്ല, എന്ത് പറ്റിയെന്നാവോ അല്ലേ. പിന്നെ ഈ തെങ്ങിനെല്ലാറ്റിനും നനക്കുന്നുണ്ട് കേട്ടോ, അത് തന്നെയാണ്, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതാണ് സംഭവം. ഇവിടുത്തെ കൃഷീൻ്റെ എന്തിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അടിപൊളി സ്ഥലം അല്ലേ. ഇവിടെ ഒരു അമ്പലം എന്തോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ.
പശു ഉണ്ടോ? പശു അടിപൊളിയില്ലേ? പശുക്കൾക്ക് കഴിക്കാനുള്ളതാട്ടോ. അത് കണ്ട, ഇതെന്തിന്റെ എണിക്ക? ചോളത്തിന്റെ അല്ലേ? അയ്യോ മഴ പെയ്തുട്ടോ അങ്ങോട്ടൊക്കെ. പക്ഷെ മഴ അന്റൊരു ഭയങ്കര സന്തോഷട്ടോ. മഴ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരിത്. അടിപൊളിയാണ് കേട്ടോ. കണ്ട, ഞാനേ വീഡിയോ പുറത്ത് ഇവിടെ നമ്മളെ തേങ്ങ ഉണക്കുന്നത് കണ്ടിട്ടോ. അപ്പോൾ ഇവിടെ എന്താ എണ്ണ ആട്ടിയിട്ട് കൊടുക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറിയതാട്ടോ. അപ്പോൾ ഇവിടെ തേങ്ങ ഉണക്കിയിട്ട് അവർ മില്ലിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അവർക്കത് കൊടുക്കുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. പക്ഷെ ഇവിടെ ഇല്ല. ഇവർ തേങ്ങ ഉണക്കിയിട്ട് അവർ ചാക്കിൽ കെട്ടിയിട്ട് കൊണ്ടുപോവുകയാണ് കേട്ടോ. ഞാൻ എണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മേടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കയറിയതാണ്. പക്ഷെ എണ്ണ ഇല്ല. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എണ്ണ ഇല്ല എന്ന് പറഞ്ഞു. ഉണക്കിയിട്ട് അവർ കൊണ്ടുപോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.